എല്ലാവർക്കും സെക്യൂർ പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലി റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പി ഇസ് ക്യൂസ് സിസ്റ്റർ, ആർ ഇസ് ക്യൂസ് മദർ, എസ് ഇസ് ആർസ് ഫാദർ, ടി ഇസ് എസ് മദർ, ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ്? അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഫാമിലി ട്രീ വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഫാമിലി ട്രീ വരയ്ക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഫീമെയിലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് സൈനും മെയിലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് സൈനും യൂസ് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നേരെ തിരിച്ച് യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, മൈനസും പ്ലസും. നിങ്ങൾ ഓൾറെഡി ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളുക. പിന്നെ അല്ലാതെ ചില ആൾക്കാർ ഫീമെയിലിന് സർക്കിളും മെയിലിന് സ്ക്വയറും വരച്ച് അങ്ങനെയും ഫാമിലി ട്രീ വരച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ മെത്തേഡ് ഫോളോ ചെയ്യുക. പിന്നെ മാരീഡ് കപ്പിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഡബിൾ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. സിബ്ലിങ്സ് അല്ലെങ്കിൽ സഹോദരങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതുപോലെ ജനറേഷൻ, രണ്ട് ജനറേഷനും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വേർട്ടിക്കൽ ലൈനും വരയ്ക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഫാമിലി ട്രീയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽസ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ ഇപ്പോൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈസ് മാരീഡ് ടു ബി ആണെങ്കിൽ നമ്മൾ രണ്ട് ഡബിൾ ലൈൻ വരയ്ക്കുക. മാരീഡ് കപ്പിൾ ആണല്ലോ, എ ഡബിൾ ലൈൻ ബി വരച്ച എ ഇസ് മാരീഡ് ടു ബി എന്നാണ് അർത്ഥം. എ എന്ന് പറയുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ മൈനസ് സൈൻ മുകളിൽ കൊടുക്കുക, ബി വൈഫ്, സോ പ്ലസ് സൈൻ ഡിനോട്ട് ചെയ്യുക. ഇവർക്ക് രണ്ടുപേർക്കും ഒരു സണ്ണും ഒരു ഡോട്ടറും ഉണ്ട്. സോ അടുത്ത ജനറേഷൻ ആണ്, തൊട്ട് താഴത്തെ ജനറേഷൻ ആണ്. സോ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇപ്പം സി ആണ് സണ്ണെങ്കിൽ സിയുടെ മുകളിൽ മൈനസ് വരയ്ക്കുക. ബിയുടെ മേടെയും ഡോട്ടർ ആണ് ഡി, സോ ഡിയുടെ മുകളിൽ പ്ലസ് വരയ്ക്കുക. ഇവർ രണ്ടും സിബ്ലിങ്സ് ആയതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസും നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരുന്നതെന്ന്. സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേജ് 1 എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ പി ഇസ് ക്യൂ സിസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പി ക്യൂവിന്റെ സിസ്റ്റർ ആവുമ്പോൾ പിയും ക്യൂവും കൂടെ സിബ്ലിങ്സ് ആയതുകൊണ്ട് പിയും ക്യൂവും കൂടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്തു. പി ക്യൂയുടെ സിസ്റ്റർ ആയതുകൊണ്ട് പി പ്ലസ് ഇടുക, ഫീമെയിൽ ആയതുകൊണ്ട്. ആർ ഇസ് ക്യൂസ് മദർ, ആറ് ക്യൂവിന്റെ മദർ ആണ്. സോ ഇതിന് തൊട്ട് മുന്നത്തെ ജനറേഷൻ ആണല്ലോ, ആറ് മദർ ആയതുകൊണ്ട് പ്ലസ് ഇടുക. ഇവിടെ ജസ്റ്റ് ഡബിൾ ലൈൻ വെച്ചിട്ട് വരച്ച് വെക്കുക. നമുക്ക് ചിലപ്പം ചില ക്വസ്റ്റിന് റെലവൻസ് ഉണ്ടാവും, ഫാദറിന്റെ കാര്യം കൂടെ കയറി വരും. ഇപ്പം പിയുടെ ക്യൂടെ ഫാദറിനെ പറ്റി വല്ല സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് തൊട്ട് മുന്നത്തെ ജനറേഷനെ കുറിച്ചാണ് അടുത്തത്. എസ് ഇസ് ആർസ് ഫാദർ, എസ് ഇസ് ആർസ് ഫാദർ. അപ്പൊ എസ് മൈനസ് വരയ്ക്കുക. ടി ഇസ് എസ് മദർ, ടി ഇസ് എസ് മദർ. സോ ടിയുടെ മുകളിൽ പ്ലസ് സൈൻ കൊടുക്കുക. ടിയുടെ മുകളിൽ നമ്മൾ പ്ലസ് സൈൻ കൊടുക്കണം. ഇനി അടുത്ത ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ് എന്നാണ്. ഓക്കെ, പി എങ്ങനെയാണ് എസിന് റിലേറ്റഡ് ആവുന്നത്, പി എസിന്റെ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് തിരിഞ്ഞു പോരുത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കണം. പി റിലേറ്റഡ് ടു എസും എസ് റിലേറ്റഡ് ടു പി എന്ന് പറയുമ്പം രണ്ടും രണ്ടാണ്.
സോ ഇവിടെ നമുക്ക് പി റിലേറ്റഡ് ടു എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നോക്കി ഇത് എന്തായിരിക്കും ഇതിന്റെ ആൻസർ. ഇതിന് മുന്നേ ഒരു കാര്യം പറയാം, അതായത് ഒരു 4 ജനറേഷൻ ഓഫ് ഫാമിലി ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ 4 ജനറേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ താഴ്ത്തു നമുക്ക് നോക്കാം. സൺ, ഡോട്ടർ, പിന്നെ അവരുടെ കസിൻസ്, ഇവരൊക്കെ ആയിരിക്കും ഏറ്റവും യങ്ങസ്റ്റ് ജനറേഷൻ. സോ അവരുടെ മുകളിലുള്ള ജനറേഷൻ എന്തായിരിക്കും? ഇവരുടെയൊക്കെ മദർ, ഫാദർ, പിന്നെ അങ്കിൾ, ആണ്ട്, ഇവരൊക്കെയാണ് വരിക. ഈ അങ്കിളും ആണ്ടും മെറ്റേണലും പെറ്റേണലും വരും. അതായത് അമ്മ വഴിയുള്ള അങ്കിളും ആന്റിയും മെറ്റേണലിനും, ഫാദർ അച്ഛന്റെ വഴി വരുന്ന അങ്കിളും ആന്റിയും പെറ്റേണലിനും നമ്മൾ വിളിക്കും. അതിന് തൊട്ട് മുകളിലുള്ള ജനറേഷൻ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. അതും മെറ്റേണലും പെറ്റേണലും ഉണ്ട്. മെറ്റേണൽ ഗ്രാൻഡ് പേരൻസും പെറ്റേണൽ ഗ്രാൻഡ് പേരൻസ് എന്ന് നമ്മൾ പറയും. അതിന് തൊട്ട് മുകളിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു 4 ജനറേഷൻസ് കാണിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യനില് പി എസിന്റെ ആരാണെന്നാണ് ചോദിക്കുന്നത്. സോ എന്തായിരിക്കും ആൻസർ? പി എസിന്റെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. അതിന് കാരണം എന്താ? പ്ലസ് സൈൻ ആണ് അല്ലേ. സോ ഫീമെയിൽ ആയതുകൊണ്ട് ഗ്രാൻഡ് ഡോട്ടർ ആണ്. നേരെ തിരിച്ച് ഹൗ ഇസ് എസ് റിലേറ്റഡ് ടു പി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ. മെയിലാണ്, എസിന് മുകളിൽ നമ്മൾ മൈനസ് വരച്ചിട്ടുണ്ട്. സോ ഗ്രാൻഡ് ഫാദർ ആണത്. അത് എങ്ങനത്തെ ഗ്രാൻഡ് ഫാദർ ആണ്? മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. കാരണം പിയുടെ അമ്മയാണ് ആറ്, ആറിന്റെ ഫാദർ ആണ് എസ്. സോ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ ആൻസർ വരുന്നത് ഗ്രാൻഡ് ഡോട്ടർ ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Abel has a brother Tom. Abel is the son of Dennis. Danny is Dennis' father. What is Tom of Danny? ഡാനിയുടെ ആരാണ് ടോം എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് സ്റ്റേജ് 2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 2024 ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിനി ഫാമിലി ട്രീ ഒക്കെ വരച്ച് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഏബൽ ഹാസ് എ ബ്രദർ ടോം. സോ ടോമിന്റെ മുകളിൽ ടോം ബ്രദർ ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുക. ഡാനി ഇസ് ഡെന്നിസ്, സോറി, ഏബൽ ഇസ് ദ സൺ ഓഫ് ഡെന്നിസ്. സോ ഏബൽ ഇസ് ദ സൺ ഓഫ് ഡെന്നിസ്. ഡെന്നിസിന്റെ സൺ ആണ് ഏബൽ. സോ അതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷൻ ആണ്. അടുത്തത് ഡാനി ഈസ് ഡെന്നിസ് ഫാദർ. ഡെന്നിസിന്റെ ഫാദർ ആണ് ഡാനി. സോ ഡാനി എന്ന് പറയുന്നത് മെയിലാണ് അല്ലേ. സോ മൈനസ് സൈൻ അവിടെയും കൊടുക്കുക. വാട്ട് ഈസ് ടോം ഓഫ് ഡാനി? ടോം ഡാനിയുടെ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ടോം എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ആണ്. നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിലോ വാട്ട് ഈസ് ഡാനി ഓഫ് ടോം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഗ്രാൻഡ് ഫാദർ ആവും. സോ ഇതാണ് ആൻസർ. അപ്പം ഇനിയും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ PDF ആയിട്ടോ ഇടാം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അത് ഇന്ന് നൈറ്റോട് കൂടി ഇടാൻ നോക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ. താങ്ക് യു.